ഹമീദ് ഒരു വലിയ ബിസിനസ്മാൻ ആണ്. അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ അവരുടെ ഭാര്യയുടെ പേര് റസിയ, പിന്നെ അവരുടെ മകൾ ഹീനി ഉണ്ടായിരുന്നു. അച്ഛാ, ഇവിടെ നോക്കൂ. എന്റെ മോളെ, ഇത്ര മനോഹരമായിട്ടുണ്ടോ ഈ ഡ്രോയിങ്? ഇത് നിങ്ങളാണ്, അത് അമ്മ, പിന്നെ അത് ഞാൻ, പിന്നെ ഇത് നമ്മുടെ വീട്. നമ്മുടെ വീടിന്റെ നിറം വെള്ളയല്ലേ? നീ എന്താ നീല കളറിൽ വരുന്നത്? അത് പിന്നെ അച്ഛാ, എനിക്ക് നീല കളർ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാണ് ഞാൻ വീട്ടിന് നീല കളർ നൽകിയത്. എന്റെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിക്കാം, ശരിയല്ലേ? നിങ്ങൾ എന്താ ഇത് കുട്ടി പറയുന്നതൊക്കെ അനുസരിക്കുന്നു? ഇത് നോക്ക് റസിയ, നമ്മുടെ മകൾക്ക് നീല കളർ ഇഷ്ടമാണെങ്കിൽ നാളെ നമ്മുടെ വീടിന് നീല കളർ അടിച്ചേ പറ്റുള്ളൂ. നമുക്ക് ഇന്ന് തന്നെ പെയിന്റ് അടിക്കുന്നവരെ വിളിക്കാം. നിങ്ങൾ രണ്ടുപേരും ഞാൻ പറയുന്നത് ഒരിക്കലും കേൾക്കില്ല അല്ലേ? ഇതിനു മുകളിൽ നിങ്ങളുടെ ഇഷ്ടം, നിങ്ങൾ നീലയോ പച്ചയോ കളർ അടിച്ചോളൂ. റസിയക്ക് ഈ കൊച്ചു വാശി പിടിക്കുന്ന പോലെയാണ് വിചാരിച്ചത്. പക്ഷേ ഹമീദിന് തന്റെ കൊച്ചിന്റെ എല്ലാ ആഗ്രഹം ചെയ്ത് കൊടുക്കണം എന്നാണ് വിചാരിച്ചത്. ഹമീദ് വീട് മുഴുവനും നീല കളറിൽ പെയിന്റ് അടിച്ചു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഇതെനിക്ക് ഇഷ്ടമുള്ളത് പോലെയുണ്ട് അച്ഛാ. അതിനാണ് ഞാൻ വിചാരിച്ചത്. അച്ഛാ, നമ്മൾ പുറത്തേക്ക് പോയിട്ട് ഒരുപാട് ദിവസമായല്ലോ. എന്റെ എല്ലാ സുഹൃത്തുക്കളും അവരുടെ അച്ഛനും അമ്മയോടൊപ്പം ടൂർ പോകാറുണ്ട്. നിന്റെ ഈ ആഗ്രഹവും ഞാൻ വേഗം തന്നെ ഉണ്ടാക്കി തരാം. നമ്മൾ നാളെ തന്നെ എവിടെയെങ്കിലും പുറത്തേക്ക് പോവാം. അമ്മേ, റെഡി ആയിക്കോളൂ, നാളെ നമ്മൾ ചുറ്റാൻ പോകുന്നു. എവിടെ? പുറത്ത്. റസിയ കൊച്ചു വളരെ ആശപ്പെടുന്നുണ്ട്, അതുകൊണ്ട് നമുക്ക് നാളെ തന്നെ പോവാം. ശരി. അടുത്ത ദിവസം ഹമീദ് തന്റെ കുടുംബത്തോടെ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അവിടെ ഒരു അമ്യൂസ്മെന്റ് പാർക്ക് ഉണ്ടായിരുന്നു. അവിടെ ഹീന കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അവർ സന്തോഷത്തോടെ എൻജോയ് ചെയ്യായിരുന്നു. വൈകുന്നേരത്തിന് ശേഷം അവർ കുടുംബത്തോടെ കാറിൽ തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. രാത്രി നേരത്തിലാണ് അവർ പോയിക്കൊണ്ടിരുന്നത്. പെട്ടെന്ന് ഒരു ട്രക്ക് വന്നിട്ട് അവർ കാർ കൊണ്ട് ആക്സിഡന്റ് ആയി. ആ ആക്സിഡന്റിൽ തന്നെ ഹമീദിന് അപ്പൊ തന്നെ സ്പോട്ട് ഔട്ട് ആയിരുന്നു. റസിയും ഹീനിക്കും പരിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അടുത്ത രാവിലെ പുലർച്ചയായതിനു ശേഷം അമിത് എവിടെയാണ്? അദ്ദേഹം ഇല്ല. പിന്നെ എന്റെ മോൾ ഹീന? അവർക്കും ചെറുതായിട്ട് പരിക്കേൽപ്പിട്ടുണ്ട്, പുറത്താണ് ഉള്ളത്. നിങ്ങൾ തലയിൽ നല്ലോണം പരിക്കേറ്റിട്ടുണ്ട്. നിങ്ങൾ എന്തായാലും റെസ്റ്റ് എടുത്തേ പറ്റൂ. ഇപ്പൊ ഈ ലോകത്ത് റസിയും ഹീനിക്കും വേറെ ആരുമില്ലായിരുന്നു. കുറച്ചു ദിവസം കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് ഡിസ്ചാർജ് ആയ റസിയും ഹീനിയും വീട്ടിലേക്ക് തിരിച്ചു പോയിരുന്നു. അപ്പോഴവിടെ ഒരാൾ വന്ന് തടഞ്ഞു നിന്നു. നിങ്ങൾ ആരാ? ഞങ്ങളുടെ വീട്ടിനകത്തേക്ക് പോകാൻ നിങ്ങൾ എന്തുകൊണ്ടാ സമ്മതിക്കാത്തത്? മാഡം, ഈ പ്രോപ്പർട്ടി ബാങ്ക് ആണ് സീൽ ചെയ്തിരിക്കുന്നത്. ഹമീദ് ഖുറേഷി ഈ വീടിന് വേണ്ടി ബാങ്കിൽ ലോൺ എടുത്തിട്ടുണ്ട്. അത് അടയ്ക്കുന്ന മുമ്പ് തന്നെ അദ്ദേഹം മരിച്ചും പോയി. ഇപ്പോൾ അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയും പിന്നെ ഈ വീടൊക്കെ ബാങ്കിന്റെ അടുത്ത് പോയി. ഇപ്പോൾ റസിയും ഹീനിക്കും വീട് പോലെ താമസിക്കാൻ ഇല്ലാതെ അവര് അനാഥയായി നിൽക്കുകയായിരുന്നു. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ റോഡിലേക്ക് നടക്കുകയായിരുന്നു. അവിടെ ഒരു പാർക്ക് ഉണ്ടായിരുന്നു. അവരവിടെ ഇരിക്കുകയായിരുന്നു. പിന്നെ റസിയ പാർക്കിലുള്ള ബെഞ്ചിൽ ഇരിക്കുകയായിരുന്നു. എന്തു പറ്റി അമ്മേ? ഇനി ഒരിക്കലും നമുക്ക് രണ്ടുപേർക്കും ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അമ്മേ. ആ വീട് നമ്മുടെ സ്വന്തമല്ല ഹീന. പക്ഷെ എന്തുകൊണ്ടാ? അതെല്ലാം തന്നെ നിങ്ങളുടെ അച്ഛന് മാത്രമേ അറിയാവൂ. നമ്മൾ ഇപ്പോൾ എവിടെയാ താമസിക്കുക? എനിക്കറിയില്ല. റസിയ കരയാൻ തുടങ്ങിയപ്പോൾ അതിന്റെ അടുത്ത് ഒരു അമ്മ ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അവരായിരുന്നു റുക്സാന. അവർ റസിയയുടെ സുഹൃത്തായിരുന്നു. റുക്സാന റസിയന്റെ അടുത്ത് ചെന്നു. റസിയ, നീ എന്തിനാണ് ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നത്? റുക്സാന. റസിയ കരഞ്ഞുകൊണ്ട് തന്നെ അവർക്ക് നടന്ന എല്ലാ കാര്യങ്ങളും റുക്സാനയുടെ അടുത്ത് പറഞ്ഞു. എന്റെ ദൈവമേ, ഇത്രയും ദിവസം ആ ദൈവം എന്നെയാണ് കൂടുതൽ കഷ്ടപ്പെടുത്തുന്നെന്ന് കരുതി. പക്ഷെ നീ എന്നെക്കാളും കൂടുതൽ കഷ്ടപ്പെടുന്നുണ്ട്. എന്റെ ഭർത്താവ് എന്നെ വിട്ടിട്ട് വേറെ ആരോടൊപ്പം ഓടിപ്പോയിരിക്കുന്നു. പക്ഷെ നിന്നോടൊപ്പം നിന്റെ മകൾ ഹീനയുണ്ടല്ലോ. ഇപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. ഞാൻ എവിടെ താമസിക്കും? റസിയ, നീ എന്റെ വീട്ടിൽ വന്ന് താമസിക്കാം. നന്ദിയുണ്ട്, എനിക്ക് വളരെ വളരെ നന്ദിയുണ്ട് റുക്സാന. ഞാൻ നിന്നെ സഹായിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഇവിടെ തൊട്ടടുത്തുള്ള ഒരു കുടിലാണ് താമസിക്കുന്നത്. ഈ പാർക്കിൽ വന്ന് കബാബ് വിറ്റുകൊണ്ടിരിക്കും. എന്നോടൊപ്പം വരൂ. റുക്സാന റസിയയും ഹീനയും അവരുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി. ഈ വീട്ടിൽ ഒരേ ഒരു റൂമേ ഉള്ളൂ. സന്തോഷം.
റുക്സാന അവര് രണ്ടുപേർക്കും ഭക്ഷണം വിളമ്പി കൊടുത്തു. അതിനുശേഷം അമ്മയും മോളും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ അവർ അതേ മുറിയിൽ തന്നെ കിടന്നും ഉറങ്ങി. രാവിലെ ആയതിനു ശേഷം റുക്സാന കബാബ് ഉണ്ടാക്കുന്ന പണിയും തുടങ്ങിക്കഴിഞ്ഞു. എന്നെയും എണീപ്പിക്കാമായിരുന്നില്ലേ? നീ നന്നായിട്ട് ഉറങ്ങുകയായിരുന്നു. നിന്നെ ഡിസ്റ്റർബ് ചെയ്യാൻ മനസ്സ് വന്നില്ല എനിക്ക്. നീ എനിക്ക് വേണ്ടി എത്ര വലിയ ഉപകാരമാ ചെയ്തത്. അതിനു പകരം ഞാൻ ഈ ഒരു ചെറിയ ഉപകാരം പോലും തിരിച്ചു ചെയ്യില്ലേ? അതിനുശേഷം റസിയ റുക്സാനയോട് ചേർന്ന് കബാബ് ഉണ്ടാക്കാനും തുടങ്ങി. നീ വളരെ നന്നായിട്ട് കബാബ് ചെയ്യുന്നല്ലോ. ഹീനയുടെ അച്ഛനും ഇത് തന്നെയാണ് പറയുന്നത്. ഞാൻ ചെയ്യുന്ന കബാബ് അദ്ദേഹത്തിന് ഒരുപാട് ഇഷ്ടമാണ്. റസിയ, നീ വീണ്ടും വീണ്ടും അത് ആലോചിച്ച് വിഷമിക്കേണ്ട. ഹീനയുടെ അച്ഛൻ എപ്പോഴും നിന്നോടൊപ്പം കാണും. കബാബ് തയ്യാറാക്കിയതിനു ശേഷം റുക്സാന അത് വിൽക്കാൻ വേണ്ടി പാർക്കിനടുത്ത് നിൽക്കുകയായിരുന്നു. ആന്റി, ഒരു കബാബ് പാവ് തരൂ. ഇതാ മോനെ, 30 രൂപ. ആ ചെറിയ ചെക്കൻ ആ കബാബ് പെട്ടെന്ന് കഴിച്ചു. ആന്റി, എനിക്ക് ഇന്നൊരു പീസും വേണം. അവൻ വീണ്ടും ഇന്നൊരു പീസും കഴിച്ചു കഴിഞ്ഞു. ഇന്നൊന്നും വേണം. എന്ത് രസം അറിയോ ഈ കബാബ് കഴിക്കാൻ? ഈ ചെക്കൻ പറഞ്ഞതിന് ശേഷം റുക്സാനയും ഒരു കബാബ് കഴിച്ചു നോക്കി. യഥാർത്ഥത്തിൽ റസിയ കബാബ് വളരെ നന്നായി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റുക്സാന ഉണ്ടാക്കിയിരുന്ന എല്ലാ കബാബും വേഗം വിറ്റ് കഴിഞ്ഞു. അല്ല റസിയ, ഞാൻ കൊണ്ടുപോയി എല്ലാ കബാബും തീർന്നുപോയി. നിന്റെ കയ്യിൽ മാന്ത്രികതയുണ്ട്. കഴിച്ചവരൊക്കെ ഇനിയൊന്ന് വേണം ഇനിയൊന്ന് വേണമെന്ന് ചോദിച്ചു. ആദ്യമായിട്ട് ഞാൻ ചെയ്ത എല്ലാ കബാബും വിറ്റുപോയി. വളരെ നല്ലത്. നാളെ മുതൽ നമുക്ക് കുറച്ച് കൂടുതൽ ചെയ്യാം. അതെ, തീർച്ചയായും. അടുത്ത ദിവസം റസിയ ഇന്നും കുറെ കബാബ് ഉണ്ടാക്കാൻ തുടങ്ങി. ഇന്നും അതുപോലെ തന്നെ എല്ലാ കബാബും വേഗം വിറ്റ് തീർത്തു കഴിഞ്ഞു. ആരൊക്കെ കബാബ് കഴിക്കാൻ വന്നതോ അവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു. കുറച്ച് ദിവസങ്ങളായിട്ട് ഇതുപോലെ തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു ദിവസം റുക്സാനയ്ക്ക് സുഖമില്ലാതെ കിടക്കുകയായിരുന്നു. അവർക്ക് വല്ലാതെ തന്നെ ഒരു പനിയും ഉണ്ടായിരുന്നു. റുക്സാന, ഇന്ന് നീ റെസ്റ്റ് എടുത്തോളൂ. പക്ഷെ ഇന്ന് കബാബൊക്കെ ആര് വിൽക്കും? ഞാൻ. ഹീന, നീ ആന്റിയെ നന്നായിട്ട് നോക്കിക്കോ. ശരി അമ്മേ. പക്ഷെ നിന്നെ കൊണ്ടത് ചെയ്യാൻ പറ്റുമോ? നീ വിൽക്കുന്നത് പോലെ ഞാനും വിൽക്കാം. നീ വിഷമിക്കേണ്ട, ഞാൻ നോക്കിക്കൊള്ളാം. റസിയയും പാർക്കിന്റെ പുറത്ത് നിന്നിട്ട് കബാബ് വിൽക്കാൻ തുടങ്ങി. വന്ന എല്ലാ കസ്റ്റമേഴ്സും 1-2 കബാബാണ് വാങ്ങി കഴിച്ചത്. പിന്നെ ഒരു വ്യക്തി റസിയന്റെ അടുത്ത് വന്ന് നിന്നു. ചേച്ചി, ഈ കബാബിന്റെ മാവ് നിങ്ങൾ എവിടുന്നാ വാങ്ങിച്ചത്? ഇത് ഞങ്ങൾ എവിടെന്നും വാങ്ങിയതല്ല, ഞങ്ങൾ തന്നെ ഇത് ചെയ്തതാണ്. ഇത്രയും രുചിയുള്ള കബാബ് എന്റെ ജീവിതത്തിൽ ഞാൻ കഴിച്ചിട്ട് പോലുമില്ല. എന്റെ പേര് സുശാന്താണ്. ഞാൻ ഒരു ഈവന്റ് കമ്പനിയിൽ വർക്ക് ചെയ്യാണ്. നിങ്ങൾ കൊണ്ട് ഞങ്ങളുടെ ഈവന്റ്സ് ഒക്കെ ഇതുപോലെ കബാബ് ഉണ്ടാക്കാൻ പറ്റുമോ? അതെ, തീർച്ചയായും. സുശാന്ത് റസിയയ്ക്ക് ഒരു കാർഡ് നൽകി. എനിക്ക് നിങ്ങൾ നാളെ രാവിലെ ഫോൺ ചെയ്താൽ ഞാൻ നിങ്ങൾക്ക് ദിവസം ഓർഡർ തരും. പിന്നെ ഞങ്ങളുടെ ആൾക്കാരെ നിങ്ങളുടെ വീട്ടിൽ തന്നെ വന്നിട്ട് കബാബ് വാങ്ങിയിട്ട് കാശും തരും. ശരി. ഇത് കേട്ട ഉടനെ റസിയ വല്ലാതെ സന്തോഷത്തിലായിരുന്നു. രാത്രി അവൾ വീട്ടിൽ പോയതിനു ശേഷം റുക്സാനയും ഹീനടുത്ത് ഈ കഥകളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. നീ പറഞ്ഞത് വളരെ നല്ല കാര്യമാണ് റസിയ. അടുത്ത ദിവസം റസിയ സുശാന്തിനെ വിളിച്ചപ്പോൾ തന്നെ സുശാന്ത് 1000 കബാബ് ഉണ്ടാക്കാൻ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു. റസിയ, റുക്സാന, ഹീന എല്ലാവരും ചേർന്ന് കബാബ് ഉണ്ടാക്കിയതിനു ശേഷം അവർ കബാബ് വാങ്ങിയിട്ട് അവർക്ക് കാശും നൽകി. ഈ കച്ചവടം അവർക്ക് നന്നായിട്ട് പോയി. സുശാന്ത് ദിവസവും റസിയയ്ക്ക് ഓർഡർ കൊടുക്കുകയായിരുന്നു. റസിയയും റുക്സാനയ്ക്ക് വരുമാനം അധികമായി തുടങ്ങി. അവർ ചേർന്നിട്ട് ഒരു നല്ലൊരു വീടും കെട്ടിക്കഴിഞ്ഞു. ഹീന സ്കൂളിലേക്കും പോവാൻ തുടങ്ങി. റസിയയും റുക്സാനയും ഇതുപോലെ കുറെ പെണ്ണുങ്ങളെ വെച്ചിട്ട് അവർ ജോലി ചെയ്യാൻ തുടങ്ങി. ഇങ്ങനെയാണ് ഇവരുടെ ഈ കബാബ് പാവ് ഇവരുടെ 3 പേരുടെ ജീവിതവും മാറ്റിക്കഴിഞ്ഞു.